വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ഗാബ്രിയേൽ ഗാർഷ്യ മാർക്വേസ് രചിച്ച ദ സെയിന്റ് എന്ന കഥയുടെ മലയാള പരിഭാഷ വിശുദ്ധ കന്യ. സ്വതന്ത്ര പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ രാധാകൃഷ്ണൻ വേലായുധൻ. ആഖ്യാനം കെ വാസന്തി, കെ വി രാമചന്ദ്രൻ. വിശുദ്ധ കന്യ. എന്നാൽ ഇതൊന്നുമായിരുന്നില്ല മാർഗരിറ്റോവിനെ ബോർഹസ് വില്ലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച സംഗതി. അയാൾക്ക് അവിടെയുള്ള സിംഹത്തെ കാണിച്ചു കൊടുക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശ്യം. നിറയെ വെള്ളമുള്ള ഒരു കിടങ്ങിന് നടുവിലെ ഒരു ദ്വീപിലായിരുന്നു അവനുണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങളെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ അസാധാരണമാം വിധം മുരണ്ടു തുടങ്ങിയത് അതിൻ്റെ സംരക്ഷകനെ തെല്ലം നമ്പരപ്പിച്ചു. എന്താണ് കാര്യമെന്നറിയാതെ അവൻ്റെ സന്ദർശകരും അവിടെവിടെ കൂട്ടം കൂടി നിന്നു. റാഫേൽ ഡിസിൽവ പതിവായി താൻ പാടുന്ന പാട്ടുകൾ പാടി ഞങ്ങൾക്ക് അവനുമായുള്ള ചങ്ങാത്തം ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് ഫലമുണ്ടായില്ല. അവൻ ആരെന്നില്ലാതെ ഞങ്ങളെ എല്ലാവരെയും നോക്കി അവൻ്റെ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരുന്നു. ഇതോടെ ഞങ്ങളെ എല്ലാവരെയും ഒപ്പം മൃഗരാജനെയും മാറി മാറി നിരീക്ഷിച്ച സംരക്ഷകൻ മറ്റാരുമല്ല, മാർഗരിറ്റോവാണ് സ്വയം അറിയാതെ അവനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾ കേൾക്കാതെ ഞങ്ങളോട് അടക്കം പറഞ്ഞു. തീർച്ചയായും അത് ശരിയുമായിരുന്നു. മാർഗരിറ്റോവിൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് തന്നെയാണ് അവനും ചലിക്കുകയും ഇടയ്ക്കിടെ മുരളുകയും ചെയ്യുന്നതെന്ന് ക്രമേണ ഞങ്ങൾക്കും മനസ്സിലായി. മാർഗരിറ്റോവിനെ അവൻ്റെ കാഴ്ചയിൽ നിന്നും മറച്ചു നിർത്തിയപ്പോഴാകട്ടെ അവൻ മുരൾച്ച അവസാനിപ്പിക്കുകയും ചെയ്തു. മാർഗരിറ്റോ അന്നേ ദിവസം മറ്റേതെങ്കിലും സിംഹവുമായി ഇടപഴകിയിട്ടുണ്ടാവാമെന്നും അങ്ങനെ ലഭിച്ച ഗന്ധമാണ് അവനെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചതെന്നുമാണ് സംരക്ഷകനായ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത്. അയാൾക്ക് സിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ക്ലാസിക്കൽ സാഹിത്യത്തിൽ ലഭിച്ച ഒരു ഡോക്ടറേറ്റും ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞ സാധ്യത ഞങ്ങൾ നിരസിച്ചതോടെ അയാളുടെ പക്കൽ മറ്റൊരു മറുപടിയും ഇല്ലെന്നും വന്നു. എങ്കിലും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ എന്നോണം അയാൾ പറഞ്ഞു, തീർച്ചയായും ഈ മുരൾച്ച സഹകരണത്തിൻ്റെതാണ്, അല്ലാതെ ശത്രുതയുടേതല്ല. എന്നാൽ അസാധാരണമായ ഈ എപ്പിസോഡിനേക്കാൾ റാഫേൽ ഡിസിൽവയെ അതിശയിപ്പിച്ച കാര്യം മറ്റൊന്നായിരുന്നു. ബോർഹസ് വില്ലയുടെ മുന്നിലൂടെ മടങ്ങി വരുമ്പോൾ അയാളും ഞാനുമൊക്കെ എതിരെ വരുന്നുണ്ടായിരുന്ന അഭിസാരികമാരായ പെൺകുട്ടികളുമായി സംസാരിച്ചു നിന്നത് മാർഗരിറ്റോവിനെ വല്ലാതെ ആശങ്കയിൽപ്പെടുത്തിയെന്ന കാര്യമാണ് അത്. വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം ഞങ്ങളുടെ വട്ടമേശയിൽ വെച്ച് അയാൾ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ മാർഗരിറ്റോ, ചിലർ അവരെ ഉപയോഗിക്കുന്നു, ഞങ്ങളാകട്ടെ അവരുടെ നിസ്വാർത്ഥ സ്നേഹിതന്മാർ ആയിരിക്കുക മാത്രം ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥ വ്യത്യാസം എന്ന് ഡിസിൽവ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ലോലമനസ്കരായ ഈ പെൺകുട്ടികളുമായി സൗഹൃദത്തിലാവുന്നത് മാർഗരിറ്റോവിന് തന്നെ അയാളുടെ ഏകാന്തതയെ ലഘൂകരിക്കാനുതകുന്ന ഒരു ഔഷധമായി തീരുമെന്ന് അയാൾ പ്രത്യാശിക്കുകയും ചെയ്തു. ഞങ്ങളുടെ സംഭാഷണങ്ങൾ കാതോർത്ത് നിന്ന ബെല്ലാമരിയ ആകട്ടെ കൃത്രിമ വൈരങ്ങൾ കോർത്തുകെട്ടിയ കൈകൾ കൊണ്ട് കുരിശു വരച്ച് ഞങ്ങളോട് യോജിക്കുകയും ചെയ്തു. ഞാനും ധാർമ്മികമായി അവരോടൊപ്പമാണ്. മുഖമൂടികൾ ധരിച്ച് അവരിൽ നിന്ന് അകന്നു നടക്കുന്ന മാന്യന്മാരെ ഞാൻ അംഗീകരിക്കുന്നില്ല, അവർ പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഉച്ച തിരിഞ്ഞ് 2 മണിക്ക് റാഫേൽ ഡിസിൽവ തൻ്റെ വെസ്പ സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോവുകയും മാർഗരിറ്റോവിന് 1 മണിക്കൂറെങ്കിലും ആഹ്ലാദകരമായ നിമിഷങ്ങൾ സമ്മാനിക്കാനായി ചിത്രശലഭത്തെ പോലുള്ള ഒരു പെൺകുട്ടിയെ കൂട്ടി വന്നതും. ലോഡ്ജിലേക്ക് വന്ന ഉടൻ തന്നെ അവർ റാഫേലിൻ്റെ മുറിയിൽ കയറി വസ്ത്രങ്ങൾ മാറുകയും കുളിച്ച് സുന്ദരിയായി അയാളുടെ ലേപനങ്ങളും ടാൽക്കമുകളുമൊക്കെ പൂശി സുഗന്ധവതിയായി നിലയുറപ്പിക്കുകയും ചെയ്തു. റാഫേലാകട്ടെ ഇതുവരെ പിന്നിട്ട 1 മണിക്കൂറിനും
ഇനി പിന്നിടാനുള്ള 1 മണിക്കൂറിനും കൂടി ചേർത്ത് അവൾക്ക് നല്ലൊരു പ്രതിഫലം നൽകുകയും എന്താണ് അവൾ ചെയ്യേണ്ടതെന്ന് വിശദമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു മധ്യാഹ്ന സ്വപ്നം പോലെ മാർഗരിറ്റോവിൻ്റെ മുറിയിലെ അരണ്ട വെളിച്ചത്തിലേക്ക് അവൾ നടന്നു. അവൾ വാതിൽക്കലെത്തിയപ്പോൾ തന്നെ ഇതൊന്നും അറിയാതെ ആന്റോണിറ്റോവിൻ്റെ മുറിയിൽ നിന്ന് അർദ്ധനഗ്നനും നഗ്നപാതനുമായി അവിടേക്ക് നടന്നെത്തിയ മാർഗരിറ്റോ മുറിക്ക് മുന്നിൽ അവളെ കണ്ട് ഒരു നിമിഷം പകച്ചു നിന്നു. എങ്കിലും ഗുഡ് ഈവനിങ് മൈ ലക്കി ഫ്രണ്ട് എന്ന് ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ അവൾ മൊഴിഞ്ഞപ്പോൾ ഒരു നിമിഷം കൊണ്ട് സാധാരണ നിലയിലേക്ക് മടങ്ങിവന്ന മാർഗരിറ്റോവും അതേ ഊഷ്മളതയിൽ തന്നെ അവളോടും പ്രത്യഭിവാദ്യം ചെയ്തു. തുടർന്ന് വാതിൽ തുറന്നു പിടിച്ച് അവളെ ഉള്ളിലേക്ക് ആനയിച്ച മാർഗരിറ്റോ അല്പസമയം കൊണ്ട് പാൻസും ഷൂസും കുപ്പായവുമൊക്കെ ധരിച്ച ശേഷം അവളോട് ഓരോരോ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി. ഇതോടെ അപ്രതീക്ഷിതമായ എന്തോ പന്തികേട് അനുഭവപ്പെട്ട അവൾ എനിക്കിവിടെ 1 മണിക്കൂർ സമയമേ ചിലവഴിക്കാനാവൂ എന്ന് അയാളെ ഓർമ്മിപ്പിച്ചുവെങ്കിലും എന്താണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായതുമില്ല. അതോടെ എന്തോ ആശയക്കുഴപ്പം വന്നുകഴിഞ്ഞ ആ പെൺകുട്ടി മുറിക്കുള്ളിൽ 1-2 പ്രാവശ്യം അലക്ഷ്യമായി നടക്കുകയും അതിനിടയിൽ ഫയർപ്ലേസിനടുത്തായിരിക്കുന്ന പിൻബോക്സ് അവളുടെ കണ്ണിൽപ്പെടുകയും ചെയ്തു. ഓ, സാക്സോഫോൺ, താങ്കൾ ഒരു സംഗീതജ്ഞനാണല്ലേ എന്ന് അവൾ പറഞ്ഞതിന് മാർഗരിറ്റോ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം അയാൾ പിൻബോക്സ് എടുത്ത് കിടക്കയിൽ വെച്ച് താഴു തുറന്ന് മൂടി ഉയർത്തി. സാക്സോഫോണല്ല, വിശുദ്ധ കന്യയാണ് എന്ന് പറഞ്ഞപ്പോഴാകട്ടെ വീണ്ടും എന്തോ പറയാനായി വാ തുറക്കുന്നുണ്ടായിരുന്ന അവളുടെ കീഴ്ത്താടി അങ്ങനെ തന്നെ സ്തംഭിച്ചു നിന്നുപോയി. ഭയന്നു വിറച്ചുപോയ അവൾ ഒരു നിലവിളിയോടെ എതിരെ വരുന്നുണ്ടായിരുന്ന ആന്റോണിറ്റോ അമ്മായിയുടെ മുന്നിലൂടെ ഓടി റാഫേൽ ഡിസിൽവയുടെ മുറിയിൽ കയറി കതകടച്ചു.